കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഇപ്പോൾ റായ്പൂരിൽ ബി.ജെ.പി. സംഘം എത്തിയിട്ടുണ്ട്. അവർ ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഒരു ഉറപ്പ് നൽകുന്നതിലേക്ക് ആ സംഘത്തിന് ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുൻപ് അനൂപ് ആന്റണി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രതീക്ഷയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ കൂടിക്കാഴ്ചകൾ ഉണ്ടാകും, അപ്പോൾ കൂടുതൽ പ്രതീക്ഷ ഉണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയം പാർലമെന്റിലേക്ക് കൂടി എത്തുകയാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, LDF സംഘമൊക്കെ ഛത്തീസ്ഗഡിലേക്ക് തിരിക്കാനിരിക്കുന്നു. UDF-ലെ MP-മാർ ചിലർ അവിടെ ഇതിനോടകം തന്നെ എത്തിക്കഴിയുകയും ചെയ്തു. ആ സമയത്താണ് ഇപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം വരുന്നത്. കേരളത്തിൽ നിന്നുള്ള MP-മാർ, അത് UDF, LDF അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന വിവരം. വിശദാംശം. അനുജ, കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായി ഉയരും എന്ന് ഉറപ്പായിരിക്കുകയാണ്. രണ്ട് സഭകളിലും ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള UDF, LDF MP-മാർ. സമാനമായി തന്നെ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 267 അനുസരിച്ച് രാജ്യസഭയിലും ഇടത് വലത് MP-മാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ സ്പീക്കർമാർ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തില്ലെങ്കിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം രാജ്യസഭ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന്. വിഷയം ശൂന്യവേളയിൽ ഉന്നയിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം UDF, LDF MP-മാർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം LDF-ന്റെ പ്രതിനിധി സംഘവും ഛത്തീസ്ഗഡ് സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 12:30 ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിൽ 4 MP-മാരുടെ സംഘമായിരിക്കും ഛത്തീസ്ഗഡിലേക്ക് യാത്ര തിരിക്കുക. K. രാധാകൃഷ്ണൻ MP, A. റഹീം MP, കൂടാതെ ജോസ് കെ മാണി MP, PP സുനീർ MP എന്നിവരായിരിക്കും ഛത്തീസ്ഗഡിലേക്ക് പോകുക. അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുക, ഒപ്പം തന്നെ ഈ അറസ്റ്റിലായ കന്യാസ്ത്രീകളുമായി സംസാരിക്കുക, തുടർ ചർച്ചകൾ സർക്കാരുമായി മുഖ്യമന്ത്രിയുമായി അടക്കം ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനം. ഒരു ഫാക്ട് ഫൈൻഡിംഗ് ടീം എന്ന നിലയിൽ കൂടിയാണ് ഈ സംഘം ഛത്തീസ്ഗഡിലേക്ക് എത്തുന്നത്. അനുജ, അതാണ് LDF, UDF അംഗങ്ങൾ ഇരുസഭകളിലും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിലേക്കൊക്കെയുള്ള ഇടപെടലുകൾ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്.